അരങ്ങുണരുമ്പോൾ ബിന്ദു കൃഷ്ണയും സംഘവും തപാൽ ഓഫീസിൽ നിൽക്കുകയാണ്. എന്തോ കാര്യമായി പാർസൽ അയക്കാനുള്ള തിരക്കിലാണ്. സാനിറ്ററി നാപ്കിൻസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഈ രാജ്യത്തെ പെൺകുട്ടികൾ, സ്ത്രീകൾ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാനിറ്ററി നാപ്കിൻസിൽ ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എഴുതി PM ഓഫീസിന് അയക്കുകയാണ്. Prime Minister's office, Prime Minister's office, South Block, Raisina Hill, RAISINA, Raisina Hill, New Delhi, 1100. വെള്ളത്തിൽ ഈ അഡ്രസ്സിൽ എഴുതണം. അറിയാമല്ലോ, ബിന്ദു കൃഷ്ണ ഡബിൾ റോളിലാണ് എന്ന കാര്യം അറിയാമല്ലോ. ഇപ്പോൾ ഈ രംഗത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിന്ദൂരത്തിന് ടാക്സ് ഇല്ല, അതുപോലെ തന്നെ വളയ്ക്ക് ടാക്സ് ഇല്ല, പൊട്ടിന് ടാക്സ് ഇല്ല, സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളിൽ പലതിനും ടാക്സ് ഇല്ല, തുലോം തുച്ഛമായ ടാക്സ്, ഗർഭനിരോധന ഉറകൾക്ക് 0 ടാക്സ്. അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങേയറ്റം വികലമായ നയപരിപാടികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. അങ്ങനെ ഇരിക്കെ സാനിറ്ററി നാപ്കിൻസിന് ഏർപ്പെടുത്തിയ 12% നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ്. ആ സമരം അങ്ങനെ അരാഷ്ട്രീയമായി പോകാൻ വിടാതെ അതിനൊരു രാഷ്ട്രീയ ദിശ നിർണയിച്ചു നൽകാനാണ് ബിന്ദു കൃഷ്ണയുടെ പുറപ്പാട്. 2 വനിതാ മന്ത്രിമാർ സംസ്ഥാന മന്ത്രിസഭയിലുണ്ട്. അവർ പോലും ചെറുവിരൽ അനക്കുന്നില്ല. സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി KK ശൈലജയ്ക്ക് ഞങ്ങളുടെ നിവേദനം കൊടുക്കുന്നു. ഈ സാനിറ്ററി നാപ്കിൻസിന് ടാക്സ് ഏർപ്പെടുത്തുവാനുള്ള ശ്രമം ഏർപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നികുതി പിരിവിനെതിരായിട്ട് കേരള സർക്കാർ നടപടിയെടുക്കണം. അതിന് സ്ത്രീ എന്ന നിലയിൽ ശൈലജ ടീച്ചറും മേഴ്സിക്കുട്ടിയമ്മയും മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം നിറഞ്ഞ ഒരു കത്തുകൂടി മന്ത്രിമാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായില്ലേ? കേന്ദ്രം തെറ്റായി നികുതി പിരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണം എന്ന്. എങ്ങനെയുണ്ട് ബിന്ദുവിന്റെ ബുദ്ധി?